ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വൻ മാറ്റത്തിൽ വിറങ്ങലിച്ച് മോദിയും സംഘവും. ബീഹാറിൻ്റെ മണ്ണിൽ നിന്നും അലയടിച്ചുയരുന്ന ആ മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് ജനകോടികൾക്ക് സ്വാന്തനക്കാറ്റും മോദിക്ക് അശാന്തിയുടെ കൊടുങ്കാറ്റുമായി മാറിക്കഴിഞ്ഞു. ഈ പ്രായത്തിലുള്ള ഒരു മനുഷ്യൻ ചെയ്യുന്നതിനപ്പുറത്താണ് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഇതാ ബീഹാറിൻ്റെ സ്പന്ദനം മാറി മറിഞ്ഞിട്ടുണ്ട്. അതെന്താണ് എന്ന് വ്യക്തമാകുന്ന ഒരു സർവേ കണക്ക് ഇപ്പോൾ പുറത്തുവിടുകയാണ്. ബീഹാറിലെ പാർട്ടികളിൽ പ്രബലരായ പാർട്ടികളുടെ സീറ്റ് നേട്ട കണക്കുകൾ ആണിവ. RJD 80 മുതൽ 95 സീറ്റുകൾ വരെയും, കോൺഗ്രസ് 48 മുതൽ 59 സീറ്റുകൾ വരെയും, ഇടതു പാർട്ടികൾ 15 മുകളിലും ഇൻസാഫ് പാർട്ടി 11 സീറ്റുകളും നേടുമെന്നാണ് സർവേ പറയുന്നത്. അങ്ങനെ ബീഹാറിൽ ആകെയുള്ള 243 സീറ്റുകളിൽ 165 പരം സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിച്ചെടുക്കും എന്നതാണ് ബീഹാറിലെ പുതിയ സർവേ ഫലം പറയുന്നത്. മോദി പ്രഭാവമൊക്കെ കെട്ടടങ്ങിക്കഴിഞ്ഞു. വെള്ളത്തിൽ വീണ കനൽക്കട്ട പോലെയായി മോദി. എന്നാൽ ജ്വലിക്കുന്ന ലാവകണക്കെ രാഹുൽ ഗാന്ധി പ്രഭാപൂരിതമായി കഴിഞ്ഞു. നോക്കൂ, ആ മനുഷ്യൻ വയലിൽ കർഷകരോടൊപ്പം, ഫാക്ടറിയിൽ തൊഴിലാളികളോടൊപ്പം, റോഡരികിൽ നിർമ്മാണ തൊഴിലാളികൾക്കിടയിൽ, ചായക്കടയിൽ, വീടുകളിൽ ഗ്രാമീണരുടെ കൂടെ, സ്ത്രീകൾക്കൊപ്പം, കുട്ടികൾക്കൊപ്പം, വൃദ്ധജനങ്ങൾക്കൊപ്പം, യുവതീ യുവാക്കൾക്കൊപ്പം, അങ്ങനെ ഗ്രാമങ്ങളെ ആകെ തൊട്ട് ഗ്രാമീണരെ ആകെ ചേർത്ത് പിടിച്ച് അദ്ദേഹം ഇന്ത്യയുടെ ആത്മാവായി മാറുകയാണ്. നമുക്കറിയാം, കേരളം പോലെയല്ല ബീഹാർ രാഷ്ട്രീയം. ജാതി രാഷ്ട്രീയത്തിൽ മുങ്ങിക്കിടക്കുന്നതാണ് ബീഹാർ രാഷ്ട്രീയം. സവർണ ജാതി മേൽക്കോയ്മയുടെ തീണ്ടാപ്പാട് അകലെ നിർത്തി മാത്രമേ ഇവിടെ രാഷ്ട്രീയം ജാതികളെ കാണുന്നുള്ളൂ. ആ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പും ഭരണവും ആനുകൂല്യങ്ങളുമൊക്കെ അവിടെ. തരംതിരിച്ച ജാതിത്വത്തിൻ്റെ അതിർവരമ്പുകൾ ഇപ്പുറവും അപ്പുറവും എന്ന സീമകൾ വരച്ചിട്ട് പൗരന്മാരെ പല തട്ടുകളിലാക്കി തരംതിരിക്കുന്ന ജാതി രാഷ്ട്രീയം, അവിടേക്കാണ് ജനാധിപത്യ ബോധവും മതേതരത്വ ബോധവും അവകാശബോധവും ജനങ്ങളിൽ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും 11 വർഷമായി വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെന്ന് ചൂണ്ടിക്കാട്ടിയും രാഹുൽ ഗാന്ധിയുടെ ഈ വോട്ടധികാർ യാത്ര എത്തുന്നത്. അതിനകം തന്നെ യാത്ര ഇന്ത്യയിൽ ജനതയിൽ, പ്രത്യേകിച്ചും ബീഹാർ ജനതയിൽ ഒരു വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാലമത്രയും അവർക്കില്ലാത്ത ഒരു ബോധം അവർ കുതിച്ചിരിക്കുകയാണ്. അതായത് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായുള്ള വോട്ടവകാശം, ആ ജനാധികാരം തങ്ങളുടെ പിടിവള്ളി ആണ്, അത് ഞങ്ങൾക്ക് നഷ്ടമാകുന്നു എന്നുള്ള ഒരവബോധം അവരിൽ ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബീഹാറികൾ രാഹുലിൻ്റെ പിന്നിൽ ഉണർന്നു കഴിഞ്ഞു. ഈ ബീഹാർ ഗ്രാമീണർ വലിയ ധനികരൊന്നുമല്ല. കർഷകരും കൊച്ചു കൊച്ചു തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവരുമാണ്. അർദ്ധദരിദ്ര ജനവിഭാഗമെങ്കിലും അവർ വളരെ വിലപ്പെട്ടതായി തങ്ങളുടെ വോട്ടവകാശത്തെ കാണുന്നുണ്ട്. ആ വോട്ടവകാശമാണ് അപഹരിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവർ ഞെട്ടലോടെയാണ് അത് കേട്ടത്. രാഹുൽ ഗാന്ധി പറഞ്ഞു, ഇന്ന് നിങ്ങളുടെ വോട്ടുകൾ അവർ മോഷ്ടിച്ചു, നാളെ നിങ്ങളുടെ റേഷൻ അവർ പിടിച്ചു പറിക്കും, സൂക്ഷിക്കുക. NDA വർഗീയത വിതറി ഭരണത്തിലേറിയത് മുതൽ രാഹുൽ ഗാന്ധി നിഴല് പോലെ അവർക്ക് പിന്നിലുണ്ട്. അദാനിക്ക് ഇന്ത്യയെ പണയം കൊടുക്കാൻ തുനിഞ്ഞപ്പോൾ രാഹുൽ എതിർത്തു. അംബാനിക്ക് ഇന്ത്യയെ പകുത്തു നൽകാൻ പുറപ്പെട്ടപ്പോൾ രാഹുൽ കടുത്ത ഭാഷയിൽ മോദിക്ക് നേരെ കയർത്തു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ തുനിഞ്ഞപ്പോൾ രാഹുൽ മോദിക്കെതിരെ കയറി. ഇന്ത്യയെ രാമനും കൃഷ്ണനും രാവണനും എന്ന് വീതം വെക്കാൻ തുനിഞ്ഞപ്പോൾ ഭരണഘടന ആയുധമാക്കി ആക്രോശിച്ചു രാഹുൽ. മോദിക്കിടവും വലവും തിരിയണമെങ്കിൽ പാത്തും പതുങ്ങിയും വേണമെന്ന അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി മോദിയുടെ നിഴലിനെ പോലും പിന്തുടർന്ന് മോദി നടത്തിയ അഴിമതികൾ എണ്ണി എണ്ണി നിരത്തി ചോദ്യങ്ങൾ ഉയർത്തിയപ്പോൾ മൗനിയാകുന്ന മോദിയെ നമ്മൾ കണ്ടു. കഴിഞ്ഞ 11 വർഷമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ രാഹുൽ ഗാന്ധിയെ ഭയന്ന് അദ്ദേഹത്തെ പാർലമെന്റിൽ കയറ്റാതെ പുറത്തിരുത്താൻ ശ്രമമുണ്ടായി മോദി. അതിനായി കോടതിയെപ്പോലും മോദി ഉപയോഗിച്ചു. അതിനെയും രാഹുൽ ഗാന്ധി അതിജീവിച്ചു. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവിൻ്റെ അവകാശങ്ങളെ നിഷേധിച്ച് വായടപ്പിക്കാൻ ശ്രമമുണ്ടായി. അവിടെയൊക്കെ രാഹുൽ ഗാന്ധി
ഉയരങ്ങളിലേക്ക് കുതിക്കുകയായി. ഏത് പ്രതിസന്ധിയിലും തളരാത്ത മനസ്സൊരുക്കി രാഹുൽ ഗാന്ധി ആർജവം സ്വായത്തമാക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഒരു തികഞ്ഞ പോരാളിയായി തലയുയർത്തി മോദിയെ മുഖത്തു നോക്കി വെല്ലുവിളിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ ചതിയിൽപ്പെടുത്തിയ മോദിയെ വോട്ട് കള്ളൻ എന്ന് നട്ടെല്ല് നിവർത്തി വിളിച്ചപ്പോൾ 56 ഇഞ്ച് നെഞ്ചളവിൻ്റെ വിറയലാണ് ഇന്ത്യ കാണുന്നത്. ബീഹാറിൻ്റെ തെരുവിൽ തുടങ്ങിയ വോട്ടധികാർ യാത്ര ബീഹാറിൽ അടുത്തു തന്നെ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മോദിക്കേൽക്കുന്ന പതനം ഇപ്പോൾ തന്നെ ബീഹാറിൽ പ്രകടമായി കഴിഞ്ഞു. കഴിഞ്ഞ തവണ 80 സീറ്റുകളിലുള്ള BJP മാറി നിൽക്കുകയും 40 സീറ്റുകളുള്ള JDUവിൻ്റെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയാവുകയും ചെയ്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ. BJPയെ നിതീഷ് സമ്മർദ്ദത്തിലാക്കി ഭരണം നേടി എന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് നൽകിയില്ലെങ്കിൽ താൻ BJPയെ വിട്ട് MLAമാരെയും കൂട്ടി ഇന്ത്യ സഖ്യത്തിൽ ലയിക്കുമെന്ന് BJPക്ക് ഭയമുള്ളത് കൊണ്ടാണ് BJP ആ ത്യാഗത്തിന് തയ്യാറായത്. എന്നാൽ BJP JDUവിനെ ലക്ഷ്യം വെക്കുന്നതിൻ്റെ രഹസ്യാത്മകത ആ പാർട്ടിയെ വിഴുങ്ങുക എന്നതാണ്. ഈ ദുഷ്ടലാക്ക് മനസ്സിൽ വെച്ചുകൊണ്ടാണ് 50 സീറ്റുകളുള്ള BJP 40 സീറ്റുകൾ മാത്രം കിട്ടിയ JDUവിന് മുഖ്യമന്ത്രി കസേര എന്ന ഇരയെ ഇട്ടുകൊടുത്തത്. നിതീഷ് കുമാർ മോദി വിധേയത്വം തുടരാൻ എന്തെങ്കിലും അമാന്തം കാട്ടിയാൽ JDUവിൻ്റെ 12ഓളം വരുന്ന MPമാരെ പണം കൊടുത്ത് പൊക്കി JDUവിന് മറുപടി കൊടുക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഈ രാഷ്ട്രീയ കുതിരക്കച്ചവടത്തിന് JDUവിന് കനത്ത ആഘാതമേൽക്കുക തന്നെ ചെയ്യും. 12 MPമാരിൽ 5 MPമാരെ എങ്കിലും BJP വിലക്കെടുത്ത് ചാക്കിലിട്ടാലും JDUവിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും. അങ്ങനെ JDUവിനെ BJP വിഴുങ്ങുന്ന അവസ്ഥ വരും. ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്ന ബീഹാറിൽ ഇന്ത്യ മുന്നണി ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് 160 സീറ്റുകളാണ്. അതായത് ആകെയുള്ള 243 സീറ്റുകളിൽ 165 സീറ്റുകൾ നേടുമെന്ന ഉറച്ച തീരുമാനമാണ്. ഈ സാഹചര്യത്തിലാണ് സർവേ കണക്കുകൾ പ്രകാരം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തേജസ്വി യാദവിൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് ബീഹാർ ജനത പറയുന്നത്. ബീഹാറിൽ തുടങ്ങുന്ന സർക്കാർ രൂപീകരണം ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ആവർത്തിക്കും. പിന്നീട് കേന്ദ്രത്തിലെ ഭരണതലപ്പത്തേക്ക് രാഹുൽ ഗാന്ധി എത്തും. ഇന്ത്യയെ രാഹുൽ ഗാന്ധി നയിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.